എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറി തയ്യാറാക്കുന്നത് നോക്കാം. മാങ്ങയും തക്കാളിയും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണമെന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു മാങ്ങയും തക്കാളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്കതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഞാനിത് ഓൺ ചെയ്ത ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുമ്പോഴേക്ക് നമുക്കിതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും മാങ്ങയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ കറിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മോരാണ്. പുളി കുറവുള്ള മോരായതുകൊണ്ട് ഞാനിത് 1.5 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിയുള്ള മോരൊക്കെ ആണെങ്കിൽ 1/2 കപ്പോളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോരുത്തരെയും പുളിക്കനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് തീരെ പുളിയില്ലാത്ത മോരായതുകൊണ്ട് ഞാൻ 1.5 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ നിന്ന് ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അതിൽ തന്നെ ഈ മോര് ചൂടായിക്കോളൂ. തിളപ്പിക്കൊന്നും വേണ്ട. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് വറവ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽ മുളകും മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ഒരു 5-6 ചെറിയുള്ളിയും മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കറി അല്പം ഒന്ന് മുക്കി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എണ്ണയൊക്കെ അതിലേക്ക് ആക്കി കൊടുക്കുക. വറവൊക്കെ ഒന്ന് കറിയിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ കറി നമുക്ക് ഈ വറവൊക്കെ കറീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ആ വറവിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് പിടിക്കും. നല്ലോണം പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.